ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രതികരണം ദേശീയ കൗൺസിൽ അംഗമായ എൻ ശിവരാജൻ്റേതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ കാര്യങ്ങൾ താളം തെറ്റി എന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ വന്നിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അദ്ദേഹം അങ്ങനെ പറയും. അതിനുള്ള കാരണം ശോഭാ സുരേന്ദ്രന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു എൻ ശിവരാജൻ. ശോഭയെ കാലുവാരിയാൽ തിരിച്ചറിയും എന്നതിന് നടപടി നേരിടും, അല്ലെങ്കിൽ അവരൊക്കെ ഫലമറിയും എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ശോഭാ സുരേന്ദ്രനോ അതല്ലെങ്കിൽ കെ സുരേന്ദ്രനോ മുരളീധരനോ മത്സരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഒരു ചിത്രം മാറുമായിരുന്നു. ബിജെപിയുടെ മേൽക്കൂര അഴിച്ചു പണിതാൽ പാലക്കാട് ഉഴുതുമറിക്കാനാകുമെന്നും ശിവരാജൻ പറഞ്ഞു. വാക്കുകൾ കേൾക്കാം. ശോഭാ സുരേന്ദ്രൻ എന്നുണ്ടെങ്കിൽ ഈ പാലക്കാട് രാഷ്ട്രീയ ചരിത്രം മാറിയിട്ടുണ്ടാവും എന്നാണ് എപ്പോഴും എൻ്റെ വിശ്വാസം. അതിലൊന്നും അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. ഞാനതൊന്നും എന്നെ എന്തുവാണി പറിച്ചോട്ടെ, ഇതെന്നെ മാറിയിട്ടുണ്ടാവും. ശോഭാ സുരേന്ദ്രനല്ല കെ സുരേന്ദ്രൻ നിന്നാലും വി മുരളീധരൻ നിന്നാലും മാറിയിട്ടുണ്ടാവും. വേറെ ആയിരുന്നാലും മാറ്റാൻ പറ്റില്ല. ഇവർക്കാണ് കേരളത്തിലെ BJPക്ക് പബ്ലിക്കിൻ്റെ ഇടയിൽ അംഗീകാരവും വോട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള 3 നേതാക്കന്മാരാണ്. ഒന്ന് ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ, കെ സുരേന്ദ്രൻ. ഇതിൽ ആര് സ്ഥാനാർത്ഥിയായാലും നല്ല ഈസി വോക്കാണ്.